നമസ്കാരം. ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴിയുള്ള ഭീഷണിയും വ്യക്തിഹത്യയും മൂലം കേരളത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ആര്യനാട് സ്വദേശിയായ ആനന്ദാണ് ലോൺ മാഫിയയുടെ ക്രൂരതയ്ക്കിരയായി ജീവനൊടുക്കിയത്. 21 വയസ്സുകാരനായിരുന്നു ആനന്ദ്. ടയർ കടയിലെ ജീവനക്കാരനായ ആനന്ദ് ആസിഡ് കുടിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇതിനിടയ്ക്കാണ് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആനന്ദിന്റെ അന്ത്യം. ഈ മാസം 4-ാം തീയതിയാണ് ജോലി ചെയ്യുന്ന കടയുടെ പിന്നിലെ ഷെഡിൽ ആനന്ദിനെ ആസിഡ് കുടിച്ച് അവശനായ നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകർ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി നടത്തുന്ന സൈബർ ഗുണ്ടായിസത്തിന്റെ ഇരയാണ് ആര്യനാട് സ്വദേശിയായ ആനന്ദ്. ചെറിയ തുകകൾക്ക് വേണ്ടി സാധാരണക്കാരെ കെണിയിലാക്കുന്ന ഇത്തരം ആപ്പുകൾ തിരിച്ചടവിൽ ചെറിയ താമസം നേരിടുമ്പോൾ തന്നെ ക്രൂരമായ ഭീഷണി തന്ത്രങ്ങളിലേക്ക് കടക്കാറുണ്ട്. ആനന്ദിന്റെ കാര്യത്തിലും സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. പണം തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ലോൺ ആപ്പുകളുടെ ഏജന്റുമാർ ഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും നിരന്തരമായ ഭീഷണി മുഴക്കി. ഇത് യുവാവിനെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ഭീഷണി കൊണ്ട് മാത്രം അവസാനിക്കാതെ വ്യക്തിഹത്യ എന്ന ക്രൂരമായ മാർഗമാണ് ലോൺ മാഫിയ പിന്നീട് സ്വീകരിച്ചത്. ആനന്ദിന്റെ ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ കൈക്കലാക്കിയവർ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവ മോർഫ് ചെയ്ത് അശ്ലീല രൂപത്തിലാക്കി. ഈ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് ആനന്ദിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഇരയെ പൂർണ്ണമായും തളർത്തുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഈ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ആനന്ദിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വാട്സപ്പ് വഴിയും മറ്റും അയച്ചും നൽകി. ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിലുണ്ടായ ഈ മാനഹാനി താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സമൂഹം തന്നെ തെറ്റായി വിചാരിക്കുമെന്ന ഭയവും ഉണ്ടായ അപമാനഭാരവും മൂലം ആനന്ദ് കടുത്ത മാനസിക വിഷമത്തിലായി. ഈ സാമൂഹികമായ ഒറ്റപ്പെടലും ഭീഷണിയുമാണ് ഒടുവിൽ 21-കാരനായ യുവാവിനെ ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ആനന്ദിന്റെ ആത്മഹത്യയെ തുടർന്ന് ആര്യനാട് പോലീസ് അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആനന്ദിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധന നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി ആനന്ദിന് ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ലോൺ ആപ്പ് അധികൃതരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും ലഭിച്ച ക്രൂരമായ ഭീഷണി സന്ദേശങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പണം തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ആനന്ദിനെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. ഈ കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് നിലവിൽ മുന്നോട്ടു പോകുന്നത്. ആനന്ദ് ഏത് ആപ്പിൽ നിന്നാണ് വായ്പ എടുത്തതെന്നും ആപ്പിലെ വിവരങ്ങൾ ആരുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം ലോൺ ആപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സെർവറുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇവയുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുക എന്നത് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ആനന്ദിന്റെ ഫോണിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ വന്ന നമ്പറുകളും മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. പണം കൈമാറ്റം ചെയ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും ഈ ആപ്പിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് അന്വേഷണ സംഘം.